വഴിക്കടവ് വെള്ളക്കട്ടയിൽ പന്നിക്കെണിയിൽ വീണ 15-കാരന് ദാരുണാന്ത്യം. മരിച്ചത് 10ാം ക്ലാസ് വിദ്യാർത്ഥി ജിത്തു. പരിക്കേറ്റ 2 വിദ്യാർത്ഥികളുടെ നില തൃപ്തികരം. സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് ആര്യാടൻ ഷൌക്കത്ത്. വസ്തുനിഷ്ഠമായ അന്വേഷണമുണ്ടാകുമെന്ന് എം സ്വരാജ്. വിദ്യാർത്ഥി മരിച്ചതിൽ സ്ഥലത്ത് ശക്തമായ പ്രതിഷേധം. നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന നിഗമനം. കടയിലെ കണക്കുകൾ പോലീസിന്റെ മേൽനോട്ടത്തിൽ ഓഡിറ്റ് ചെയ്യും. സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികളെ ചോദ്യം ചെയ്യുന്ന വീഡിയോ കുടുംബം പുറത്തുവിട്ടു. ജീവനക്കാരികൾ കുറ്റസമ്മതം നടത്തുന്നത് ദൃശ്യങ്ങളിൽ. ഇടുക്കി മാൻകുത്തിമേട്ടിലെ കാരവാൻ പാർക്ക് തുറന്നു പ്രവർത്തിപ്പിച്ചതിൽ ഇടപെട്ട റവന്യൂ വകുപ്പ്. തുറന്ന കാരവാനുകൾ വീണ്ടും പൂട്ടി സീൽ ചെയ്തു. പിഴുതുമാറ്റിയ ബോർഡും പുനഃസ്ഥാപിച്ചു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച കാരവാൻ പാർക്ക് ഉടമയ്ക്കെതിരെ കേസെടുക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. കേരള വിഷൻ ന്യൂസ് ഇംപാക്ട്. ഇലോൺ മസ്കുമായുള്ള ബന്ധം അവസാനിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മസ്കുമായി ഇനി ചർച്ചയില്ല. മസ്ക് ഡെമോക്രാറ്റുകൾക്ക് ഫണ്ട് നൽകിയാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ട്രംപ്. ഇലോൺ മസ്ക് പ്രസിഡന്റ് പദവിയോട് അനാദരവ് കാട്ടി. മസ്കിന്റെ കരാറുകളും സർക്കാർ ഇളവുകളും പിൻവലിക്കുമെന്ന് ഭീഷണി. യുവേഫ നേഷൻസ് ലീഗിൽ ഇന്ന് പോർച്ചുഗൽ സ്പെയിൻ സൂപ്പർ പോരാട്ടം. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. യൂറോ കപ്പിന് പിന്നാലെ നേഷൻസ് ലീഗ് കിരീടവും സ്വന്തമാക്കാൻ സ്പെയിൻ. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലാമിൻ യാമലും ആദ്യ നേർക്കുനേർ പോരാട്ടത്തിന്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. ഫൈനലിൽ കാർലോസ് അൽക്കാരസ് യാനിക് സിന്നർ പോരാട്ടം. മത്സരം വൈകിട്ട് 6:30 റൊളങ്കോരയിൽ. റാങ്കിൽ ആദ്യ 2 സ്ഥാനങ്ങളിലുള്ള താരങ്ങൾ ഫൈനലിൽ ഏറ്റുമുട്ടത് 41 വർഷങ്ങൾക്ക് ശേഷം.